നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Todupuzha. പാലായിൽ മറുഭാഗത്ത് ആര് വന്നാലും നേരിടാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മാണി കാപ്പന്റെ ജൂനിയർ മാൻഡ്രേറ്റ് പ്രയോഗത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ മുന്നേറ്റം കേരള കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാണെന്നും ജോസ് കെ മാണി. ഇടുക്കി ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനാവുന്ന തരത്തിൽ സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി. എയർവിംഗ് NCCയുടെ എയർ സ്ട്രിപ്പ് വണ്ടിപ്പെരിയാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. യാഥാർത്ഥ്യമായത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. ബിനോയ് വിശ്വം MP നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ബുധനാഴ്ച ഇടുക്കി ജില്ലയിൽ 5 നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി LDF നേതാക്കൾ. വാർത്തകൾ വിശദമായി. പാലായിൽ മറുഭാഗത്ത് ആര് വന്നാലും നേരിടാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മാണി കാപ്പന്റെ മുന്നണി മാറ്റം ഒരു വ്യക്തിയുടെ നിലപാട് മാറ്റം മാത്രമാണ്. കാപ്പന്റെ ജൂനിയർ മാൻഡ്രേറ്റ് പ്രയോഗത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാനില്ല. പാലായുടെയും കേരള കോൺഗ്രസിന്റെയും സംസ്കാരം അതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ മുന്നേറ്റം കേരള കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാണെന്നും ജോസ് കെ മാണി ചെറുതോണിയിൽ പറഞ്ഞു. ഒരു വ്യക്തിയുടെ നിലപാട് മാത്രമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ LDFന്റെ ഇടതുപക്ഷ ജനാധിപത്യം എന്നൊരു സീറ്റിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല. ആ ചർച്ച ഒരുപക്ഷെ യാത്രയ്ക്ക് ശേഷം ആയിരിക്കും അതിലേക്ക് പോകുന്നത്. ചർച്ച വന്നു കഴിയുമ്പോൾ പാലാ മാത്രമല്ല കേരള സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിലും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സീറ്റുകളുടെ കാര്യങ്ങൾ അത് ചർച്ച ചെയ്യും. വളരെ ശക്തമായി ആ പ്രദേശത്തെല്ലാം കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഈ പാലായുടെ വികസനത്തിന് താങ്കളും വാസ്തവനും തടസ്സം നിൽക്കുന്നതെന്നാണല്ലോ പാലായെ പാലയാക്കി മാറ്റിയത് മാണിസാറാണ്. അതിനെ ആ വികസനത്തെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അതൊരിക്കലും ജനം സ്വീകരിക്കില്ല. ഇടുക്കി പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ വനിതാ വാർഡിന്റെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഓൺലൈനിലൂടെയാണ് വനിതാ വാർഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഹൈറേഞ്ചിലെ നിർധനരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ വനിതാ വാർഡിന്റെ ഉദ്ഘാടനമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഓൺലൈനിലൂടെ നിർവഹിച്ചത്. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ശുഭ KP അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GG K ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. ആയുസ്സിന്റെ വേദം എന്നാണ് ആ സംസ്കൃത വാക്കിന്റെ അർത്ഥം തന്നെ, ആയുർവേദം എന്നത്. പക്ഷെ ഈ ആയുർവേദത്തെ സംബന്ധിച്ച് ഇന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലും വിശിഷ്യ ഭാരതത്തിലുമെല്ലാം തന്നെ നന്നായി സ്വീകരിക്കപ്പെടുന്ന ഒരു സംഗതി അലോപ്പതിയാണ്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, നമ്മൾ പലപ്പോഴും നമ്മുടെ പരിഹരിക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായി പോകുന്നത് വിദേശ രാജ്യങ്ങളുടെ അലോപ്പതി ട്രീറ്റ്മെന്റിനാണ്. എന്നാൽ നന്നായി വികസിതമായ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അടക്കമുള്ള വികസിത രാജ്യങ്ങളിലെ ആളുകൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യ അടക്കമുള്ള ആയുർവേദ ചികിത്സ ലഭ്യമാകുന്ന ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് വരുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ഡോക്ടർ ആൻസിസ് തോമസ്, ഡോക്ടർ കബീർ KM, ഡോക്ടർ ക്രിസ്റ്റി J തുണ്ടിപ്പറമ്പിൽ, ഡോക്ടർ സുരേഷ് കുമാർ, ഡിറ്റാജി ജോസഫ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ വീഡിയോ കോൺഫറൻസ് വഴി യൂണിറ്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രി കട്ടപ്പനയിലെ ഡയാലിസിസ് യൂണിറ്റ് ആണ്. 10 കിടക്കകളോടുകൂടിയ ഡയാലിസിസ് യൂണിറ്റ് അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 3,60,00,000 രൂപയാണ് അതിന് ചെലവ് വന്നിട്ടുള്ളത്. ഈ ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. 3,60,00,000 രൂപ ചെലവഴിച്ച് 10 കിടക്കകളുള്ള യൂണിറ്റും കെട്ടിടവുമാണ് ഡയാലിസിസ് യൂണിറ്റിൽ തയ്യാറാക്കിയിരിക്കുന്നത്.
2019 പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കെട്ടിടം നിർമ്മിക്കുന്നതിനായി 2.1 കോടി രൂപയും ഡയാലിസിസ് യൂണിറ്റിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 1.3 കോടി രൂപയുമാണ് അനുവദിച്ചത്. 10 കിടക്കകൾ അടങ്ങുന്ന യൂണിറ്റ് നിപ്രോയാണ് മെഷീനുകൾ എത്തിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഡയാലിസിസ് യൂണിറ്റ് കെട്ടിടത്തിന്റെ 3ാം നിലയിൽ പൂർത്തിയാക്കിയ വാർഡിന്റെ ഉദ്ഘാടനവും നടന്നു. യോഗത്തിൽ റോഷി അഗസ്റ്റിൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇടുക്കിയിൽ താലൂക്കുണ്ടാവുകയും താലൂക്ക് ആശുപത്രി കട്ടപ്പനയായി തെരഞ്ഞെടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ നിലവിലുള്ള സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് താലൂക്ക് ആശുപത്രിയായിട്ട് ആരംഭിച്ചു. എന്നാൽ തുടർന്ന് വന്ന ഗവൺമെന്റ് ഈ കഴിഞ്ഞ 4-5 വർഷക്കാലമായി ചെയ്ത കാര്യങ്ങൾ കട്ടപ്പനയിലെ ജനങ്ങൾ വിസ്മരിക്കും, ഇടുക്കിയിലെ ജനങ്ങൾ വിസ്മരിക്കും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. 5 വർഷം മുമ്പിലുണ്ടായതിനേക്കാൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഘട്ടഘട്ടമായി പരിഹരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് യാതൊരു സംശയവും വേണ്ട. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധി VR സജി, ആശുപത്രി സൂപ്രണ്ട് KB ശ്രീകാന്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തുന്നു എന്നാരോപിച്ച് UDF പ്രതിനിധികൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ഇടുക്കി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനാവുന്ന തരത്തിൽ സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ. ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യരംഗത്തിനൊപ്പം ഇടുക്കിയുടെ ടൂറിസം വികസനത്തിനും ആയുർവേദ കോളേജ് വഴിതെളിക്കും. വിദേശ ടൂറിസ്റ്റുകളെ ആയുർവേദ ചികിത്സയ്ക്കായി ആകർഷിക്കത്തക്ക വിധത്തിലാണ് ആശുപത്രി സജ്ജമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ കമ്മീഷനിൽ നിന്ന് അംഗീകാരം കിട്ടുന്നവർക്ക് മാത്രമേ നമുക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു വലിയ സംരംഭം കൂടി ഇടുക്കിയിൽ ആരംഭിക്കുന്നത്. ഇവിടെ ഉടുമ്പൻചോലയിൽ അതിനാവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിന് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല പരിശ്രമം നടന്നു. അവിടെ 25 ഏക്കറോളം സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 4ാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഉടുമ്പൻചോലയിൽ ആരംഭിക്കുന്നത്. കോളേജിനായി വിട്ടുകൊടുത്തിരിക്കുന്ന ഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. 100 കിടക്കകളുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാവും ആദ്യം ഒരുക്കുക. പദ്ധതിയുടെ നിർമ്മാണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കി മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായെന്നും ഇതോടൊപ്പം മലയോരത്തെ ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റം നടത്തുവാനും ഈ സർക്കാരിന് കഴിഞ്ഞെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ കോളേജ് ഇടുക്കിയിൽ വന്നു, അത് നടക്കും എന്ന് ഉറപ്പായി. അതേ തുടർന്ന് ജില്ലാ ആശുപത്രി നെടുങ്കണ്ടത്ത് 154 കോടിയുടെ അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നു. ഇവിടെ MLA ഫണ്ട് ഉപയോഗിച്ച് അവിടുത്തെ റോഡ് ആശുപത്രി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നിടത്തെ റോഡ് പണിതു. സുനിൽകുമാറും ഞാനും എല്ലാം കൂടി അവിടെ പോയി കണ്ടപ്പം, പണ്ട് കാടുവൻ ബോർഡിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഭൂമി കണ്ടപ്പം, അവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടപ്പോഴാണ് അവിടെ ഒരു ആയുർവേദ കോളേജിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് എന്റെ മനസ്സിൽ ഉദിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഉടുമ്പൻചോലയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി MM മണി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GGK ഫിലിപ്പ്, ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റ് KK സജികുമാർ, സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN മോഹനൻ, തൃപ്പൂണിത്തുറ ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ TD ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റം പ്രവചനാതീതമാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച മെറ്റേണിറ്റി യൂണിറ്റിന്റെയും ICUവിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും അടിസ്ഥാന വികസനമുണ്ടാക്കാനായി ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് സർക്കാർ ആശുപത്രികളിൽ ഒരുക്കിയിരിക്കുന്നതെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. തിരുവിതാംകൂർ രാജവംശകാലത്ത് ഡിസ്പെൻസറി ആയിട്ട് ആരംഭിച്ച ആശുപത്രി ഇന്ന് ആധുനിക നിലവാരമുള്ള താലൂക്ക് ആശുപത്രിയായി ഉയർന്നിരിക്കുകയാണ്. ES ബിജിമോൾ MLAയുടെ ഫണ്ടിൽ നിന്നും 2 കോടി രൂപയും ആരോഗ്യവകുപ്പിന്റെ 3.5 കോടി രൂപയും ചിലവഴിച്ചാണ് മെറ്റേണിറ്റി യൂണിറ്റിന്റെയും ICU, OP, കാഷ്വാലിറ്റി എന്നിവയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്.
1 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന നേത്ര ശസ്ത്രക്രിയാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ആരോഗ്യമേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന മികച്ച പിന്തുണയാണ് സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന് ES ബിജിമോൾ MLA പറഞ്ഞു. പദ്ധതികളുടെ പ്രാദേശികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പരിപാടികൾക്ക് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT ബിനു മുഖ്യ പ്രഭാഷണം നടത്തി. പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് S സാബു, അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ PK സുഷമ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ കേഡറ്റ് കോറിന്റെ കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് പരിധിയിൽ വരുന്ന എയർവിംഗ് NCCയുടെ എയർ സ്ട്രിപ്പ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എയർ സ്ട്രിപ്പ് പദ്ധതിക്കായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ചുമല വില്ലേജിൽ സത്രം റവന്യൂ ഭൂമിയിൽ നിന്നും 12 ഏക്കർ സ്ഥലമാണ് ആദ്യഘട്ടമെന്ന നിലയിൽ സർക്കാർ അനുവദിച്ചത്. ഇവിടെ പ്രതിവർഷം 1000 NCC കേഡറ്റുകൾക്ക് സൗജന്യമായി ഫ്ലൈയിംഗ് പരിശീലനം നൽകുന്നതിനും 1800 കേഡറ്റുകൾക്ക് വിമാന മാതൃകാ നിർമ്മാണ പരിശീലനം നൽകുന്നതിനും സൗകര്യമുണ്ട്. ഒപ്പം ഇവർക്ക് താമസ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, ഇടുക്കി എന്നീ ജില്ലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിമാനങ്ങൾ പറത്തുന്നതിന് വേണ്ടി ചെറിയ വിമാനങ്ങൾ പറത്തുന്നതിനുള്ള പരിശീലനം നടത്തുന്ന സ്ഥാപനം എന്ന നിലയിലാണ് എയർ സ്ട്രിപ്പ് ആരംഭിച്ചിട്ടുള്ളത്. NCCക്ക് ഇന്ത്യയിൽ സ്വന്തമായ ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറയാവുന്നത് ഇപ്പം മഞ്ചുമലയിൽ മൗണ്ടിൽ ആരംഭിച്ചിട്ടുള്ള ഈ എയർ സ്ട്രിപ്പാണ്. അവർക്ക് സ്വന്തമായ ഒരു എയർ സ്ട്രിപ്പ് എന്ന് പറയാവുന്നത്. നമുക്ക് 1200 കുട്ടികളെ നമുക്കിവിടെ പരിശീലിപ്പിക്കാനായിട്ട് കഴിയും. അതുകൂടാതെ 365 ദിവസവും കുട്ടികൾക്ക് തുടർ പരിശീലനം നൽകത്തക്ക വിധത്തിലുള്ള ഒരു NCCയുടെ ട്രെയിനിങ് സെന്ററും ഇതിന് അനുബന്ധമായി തീർച്ചയായും ഒരു വലിയ നേട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് NCC എയർ സ്ട്രിപ്പ് കാണുന്നത്. വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ അധ്യക്ഷനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു, NCC ഡയറക്ടറേറ്റ് ADG മേജർ ജനറൽ മൻദീപ് സിംഗ് ഗിൽ, സംസ്ഥാന മന്ത്രിമാർ, ES ബിജിമോൾ MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, NCC ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം ബിനോയ് വിശ്വം MP നയിക്കുന്ന LDFന്റെ വികസന മുന്നേറ്റ ജാഥ ബുധനാഴ്ച ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. 5 നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി LDF നേതാക്കൾ അറിയിച്ചു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം MP നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ബുധനാഴ്ച അടിമാലിയിലാണ് ആദ്യ സ്വീകരണം. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കട്ടപ്പനയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. LDF സർക്കാരിന്റെ സമ്പൂർണ്ണ പദ്ധതികളെത്താത്ത ഒരു കുടുംബവും കേരളത്തിലില്ല. സമ്പൂർണ്ണ വൈദ്യുതീകരണം, പട്ടയ വിതരണം, ലൈഫ് വീടുകളുടെ പൂർത്തീകരണം, സുഭിക്ഷ കേരളം, പച്ചക്കറികൾക്ക് തറവില, നെൽകൃഷിക്ക് റോയൽറ്റി, കോവിഡ് കാലത്തെ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമായെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ക്ഷേമ പെൻഷനുകൾ ഉയർത്തി. കേന്ദ്ര സർക്കാർ ഇന്ധനവില 100 രൂപയാക്കി ഉയർത്താനുള്ള ശ്രമത്തിലാണ്. പാചകവാതക വില കുത്തനെ ഉയർത്തി കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിച്ചു. കോൺഗ്രസ് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണ് സ്വീകരിക്കുന്നത്. LDF സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടിയും സർക്കാരിനെതിരെ UDF BJP കള്ളപ്രചരണങ്ങൾ തുറന്നു കാണിച്ചുമാണ് ജാഥ പര്യടനം നടത്തുന്നതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് നടത്തുന്ന തെക്കൻ മേഖലാ ജാഥ സഹ വിനോയ് വിശ്വം, പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം സഹ വിനോയ് വിശ്വം നയിക്കുന്ന ജാഥ 17 രാവിലെ 10 മണിക്ക് അടിമാലി, 12 മണിക്ക് നെടുങ്കണ്ടം, കട്ടപ്പനയിൽ 2 മണിക്ക് എത്തിച്ചേരും. കട്ടപ്പനയിൽ എത്തിച്ചേരുന്ന ജനമുന്നേറ്റ ജാഥയ്ക്ക് ആവശ്യകരമായ സ്വീകരണം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനപക്ഷ നിലപാടുകൾ, ജനപക്ഷ തീരുമാനങ്ങൾ കഴിഞ്ഞ 4.25 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയപരമായ എല്ലാ തീരുമാനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാണ്. അത് കൂടുതൽ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P വസന്തം, കേരള കോൺഗ്രസ് CM നേതാവ് തോമസ് ചാഴിക്കാടൻ MP, NCP അഖിലേന്ത്യാ പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് വർക്കല B രവികുമാർ, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി സാബു ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, V സുരേന്ദ്രൻപിള്ള, MV മാണി, പ്രൊഫസർ ഷാജി കടമല, ജോർജ് അഗസ്റ്റിൻ എന്നിവരാണ് ജാഥ അംഗങ്ങൾ.
ബിനോയ് വിശ്വം MP നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ബുധനാഴ്ച നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകും. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ഇടത് സർക്കാരിന്റെ ജനക്ഷേമ വികസന നടപടികളും മതനിരപേക്ഷതയും അഴിമതിരഹിത സുതാര്യ ഭരണരീതിയും ജനങ്ങൾക്ക് വിശദീകരിച്ചു നൽകുന്നതിനായാണ് വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത്. സംസ്ഥാനത്തെ 2 മേഖലകളായി തിരിച്ചാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. തെക്കൻ മേഖലയിലൂടെ കടന്നുപോകുന്ന ജാഥ 17-ന് ഇടുക്കിയിൽ പ്രവേശിക്കും. രാവിലെ 10-ന് അടിമാലിയിൽ സ്വീകരണം നൽകും. 12-ന് ജാഥ നെടുങ്കണ്ടത്തെത്തും. തുടർന്ന് കട്ടപ്പനയിലും വണ്ടിപ്പെരിയാറിലും സ്വീകരണം നൽകും. നെടുങ്കണ്ടത്തെ സ്വീകരണ പരിപാടികൾക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്നുള്ളതാണ്. അങ്ങനത്തെ മുദ്രാവാക്യം വെക്കാൻ കാരണം നവകേരള സൃഷ്ടിക്കായി LDFനെ ജയിപ്പിക്കണമെന്നാണ്. LDF വരും എല്ലാവരും ശരിയാക്കുമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണ് കേരളത്തിൽ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ LDF സംസ്ഥാന നേതാക്കൾ സംസാരിക്കും. നെടുങ്കണ്ടത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ CU ജോയി, ജനറൽ കൺവീനർ PN വിജയൻ, ബേബിച്ചൻ ചിന്താർമണി, MJ ജേക്കബ്, ഷിജികുമാർ എന്നിവർ പങ്കെടുത്തു. LDF തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് മുന്നോടിയായി കട്ടപ്പനയിൽ LDF അനുകൂല യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് വെള്ളയാംകുടിയിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. CPI കേന്ദ്ര കമ്മിറ്റി അംഗം ബിനോയ് വിശ്വം MP നയിക്കുന്ന തെക്കൻ കേരള വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് കട്ടപ്പനയിൽ LDFന്റെ യുവജന സംഘടനകളായ DYFI, AIYF, യൂത്ത് ഫ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകരും ബൈക്ക് റാലിയിൽ അണിനിരന്നു. വെള്ളയാങ്കുടിയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി നഗരസഭാ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. വികസന മുന്നേറ്റ ജാഥ സ്വാഗത സംഘം ജനറൽ കൺവീനർ CV വർഗീസ് വെള്ളയാങ്കുടിയിൽ വിളംബര ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അങ്ങനെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ വേണ്ടിയെന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെ പുനഃസ്ഥാപിച്ചു കൊണ്ടുപോകണം. 25 ലക്ഷം വരുന്ന ആളുകൾക്ക് K-ഫോൺ സംവിധാനത്തിലൂടെ അതിൽ 25 ലക്ഷം ആളുകൾക്ക് BPL വിഭാഗത്തിന് സൗജന്യമായി കൊടുത്തുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്റർനെറ്റ് സംവിധാനത്തിൽ കേരളം പുരോഗതിയിലേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിലിരിക്കുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ അവന്റെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയുന്ന തൊഴിൽ സാധ്യതകളുടെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന K-ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ നിർത്തും എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താണോ കേരളം ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് ആ എല്ലാ നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി UDF പരിശ്രമിക്കുമ്പോൾ ഈ കേരളത്തിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ, കേരളീയ സമൂഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ അതിന്റെ ഭാഗമായി മുന്നേറുകയാണ്. DYFI മുൻ ജില്ലാ പ്രസിഡന്റ് KP സുമോദ്, AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VS അഭിലാഷ്, ജോഷി മണിമല എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. LDF നിയോജക മണ്ഡലം കൺവീനർ അനിൽ കുവപ്ലക്കൽ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സുജി, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി മനോജ് M തോമസ്, ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് KM തോമസ്, NCP ജില്ലാ സെക്രട്ടറി സിനോജ് വള്ളാടി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. ഇടുക്കി ജില്ലയിൽ 66 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 113 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് 4937 പേർക്കാണ് പുതിയതായി രോഗം ബാധിച്ചത്. ഇടുക്കിയിൽ 66 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 58 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 2 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കട്ടപ്പനയിൽ 15 പേർക്കും തൊടുപുഴയിൽ 7 പേർക്കും രോഗബാധയുണ്ടായി. 113 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 2603 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 4937 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 643 പേർക്കും കൊല്ലം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ 500-ന് മുകളിൽ ആളുകൾക്കും കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 400-ന് മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. ആലപ്പുഴ 381, തിരുവനന്തപുരം 373, മലപ്പുറം 345, പാലക്കാട് 217, കണ്ണൂർ 182, വയനാട് 135, കാസർഗോഡ് 126 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 90 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4478 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 340 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 5439 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 60761 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 9,46,910 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി.
കേരള കോൺഗ്രസ് എം ഇടുക്കി നിയോജക മണ്ഡലം കൺവെൻഷൻ ചെറുതോണിയിൽ നടന്നു. ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സംസ്ഥാന ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് കേരള കോൺഗ്രസ് എം ഇടുക്കി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് ഒന്ന് മാത്രമേ ഉള്ളൂവെന്നും മറ്റുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ജോസ് കെ മാണി പറഞ്ഞു. ഏതിനെ നേരിടാൻ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായി. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ തയ്യാറായി നിൽക്കുക. അത് സൂചിപ്പിക്കുന്നത് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നത് റോഷി നമുക്കറിയാം. ഞാനൊക്കെ കാണുന്നത് റോഷി തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സംരക്ഷണവും വലിയൊരു കരുത്തുമാറില്ല. യാതൊരു സംശയവും. ഞാനത് കണ്ടത് നമ്മുടെ വികസനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മണിക്കൂറോളം നമുക്ക് സംസാരിക്കാൻ കഴിയും. കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, നേതാക്കളായ രാരിച്ചൻ നീർണാങ്കുന്നേൽ, പ്രൊഫസർ KA ആന്റണി, അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, അഡ്വക്കേറ്റ് ജോഷി മണിമല, ഷിജോ തടത്തിൽ, മനോഹർ ജോസ്, ജിൻസൺ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ധന വിലവർദ്ധനവിനെതിരെ പ്രവർത്തകർ പ്രകടനവും നടത്തി. മെച്ചപ്പെട്ട ചികിത്സയെന്ന മൂന്നാറിലെ തോട്ടം മേഖലയുടെ ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലുള്ള പുതിയ ആശുപത്രി നിർമ്മിക്കാൻ 78 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായി ദേവികുളം MLA S. രാജേന്ദ്രൻ പറഞ്ഞു. മൂന്നാർ സൈലന്റ് വാലി റോഡിനോട് ചേർന്നാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. മെച്ചപ്പെട്ട ചികിത്സയെന്ന മൂന്നാറിലെ തോട്ടം മേഖലയുടെ ആവശ്യം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. നിലവിൽ മൂന്നാർ, വട്ടവട, മറയൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നും ആളുകൾ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കണമെങ്കിൽ അടിമാലിയിലോ കോട്ടയം, എറണാകുളം തുടങ്ങിയ അയൽ ജില്ലകളിലോ എത്തണം. താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആശുപത്രിക്ക് 78 കോടി രൂപയുടെ നിർമ്മാണ അനുമതി ലഭിച്ചതായി MLA S. രാജേന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആദിവാസി മേഖലയിലും തോട്ടത്തൊഴിലാളികളും വിനോദസഞ്ചാരികളുമായി വരുന്നവർക്ക് ദീർഘകാലമായ ഒരു സ്വപ്നമായിരുന്നു ആശുപത്രി. അത് ഇപ്പോൾ കേരള ഇടതുപക്ഷ ഗവൺമെൻറ് 78 കോടി രൂപയുടെ പുതിയ ആശുപത്രി അനുവദിച്ചിട്ടുണ്ട്. താലൂക്ക് തലത്തിൽ ഉള്ള സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് അനുവദിച്ചിട്ടുള്ളത്. ഓർഡർ ഇറങ്ങി, DPR പ്രിപ്പറേഷൻ കഴിഞ്ഞു. KMDCയുടെ തൊട്ട് താഴെ സൈലന്റ് വാലി റോഡിൽ ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഓപ്പോസിറ്റാണ് സ്ഥലം ലഭ്യമായി. മൂന്നാർ സൈലന്റ് വാലി റോഡിനോട് ചേർന്നാണ് ആശുപത്രിയുടെ നിർമ്മാണം ലക്ഷ്യമിട്ടിട്ടുള്ളത്. ആശുപത്രിക്ക് വേണ്ടുന്ന സ്ഥല സൗകര്യങ്ങൾ സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഘം സന്ദർശനം നടത്തിയിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രിയുടെ അഭാവം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പുതിയ ആശുപത്രി യാഥാർത്ഥ്യമായാൽ മൂന്നാറിന്റെ വികസനത്തിനും തോട്ടം തൊഴിലാളി മേഖലയ്ക്കും അത് കൂടുതൽ കരുത്താകും. ടൂറിസം മേഖലയിൽ ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാരാണ് പിണറായി സർക്കാരെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡന്റെ 2ാം ഘട്ട വികസനം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം മേഖലയ്ക്ക് കോവിഡ് ഏൽപ്പിച്ച മാന്ദ്യത്തിൽ നിന്ന് മുമ്പോട്ട് കുതിക്കാൻ പുതിയ പദ്ധതികൾ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മൂന്നാറിന്റെ ടൂറിസം വികസനത്തിന് കരുത്തുപകരുന്ന വിവിധ പദ്ധതികൾക്കാണ് തിങ്കളാഴ്ച മൂന്നാറിൽ തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ വിനോദസഞ്ചാര പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മൂന്നാറിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാരാണ് പിണറായി സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ഇന്ന് ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം പ്രകൃതി വിഭവങ്ങളാലും തനിമയാർന്ന സംസ്കാര സമ്പന്നതയാലും അനുഗ്രഹീതമാണ് നമ്മുടെ നാട്. 3.5 കോടി രൂപയുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ 2ാം ഘട്ട വികസനവും 1.48 കോടി രൂപയുടെ വേൾഡ് ക്ലാസ് ടോയ്ലറ്റ് ബ്ലോക്ക് പദ്ധതിയും 99 ലക്ഷം രൂപയുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ അധിക സൗകര്യം ഏർപ്പെടുത്തലുമാണ് മൂന്നാറിൽ നടത്തുന്നത്. മൂന്നാറിൽ നടന്ന പ്രാദേശിക ഉദ്ഘാടനം ദേവികുളം MLA S. രാജേന്ദ്രൻ നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദറാണി, പഞ്ചായത്ത് അംഗങ്ങളായ റീന മുത്തുകുമാർ, പേച്ചിയമ്മാൾ, രാജേന്ദ്രൻ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ CA കുര്യൻ, DTPC സെക്രട്ടറി PS ഗിരീഷ്, P പളനിവേൽ, ഭാഗ്യരാജ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്താകമാനം അടിസ്ഥാന വികസനം നടപ്പാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞതായി ES ബിജിമോൾ MLA. ചക്കുപള്ളം പഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പീരുമേട് നിയോജക മണ്ഡലത്തിൽ 3500-ലധികം വീടുകളാണ് ലൈഫിൽ പണി കഴിപ്പിക്കാൻ കഴിഞ്ഞത്. മണ്ഡലത്തിൽ വികസനത്തിന്റെ അടിസ്ഥാന ശില സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നും ES ബിജിമോൾ MLA പറഞ്ഞു. നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ 1000 മടങ്ങാണ് പബ്ലിക് ഡിമാൻഡ്സ്. എല്ലാ വിഷയങ്ങളെയും നമുക്ക് അഡ്രസ് ചെയ്യാൻ പൂർണ്ണമാകാനൊന്നും കഴിയില്ല. പക്ഷെ വികസന വിഷയങ്ങളിൽ ഒരു തുടക്കം കുറിക്കാൻ, ഒരു അടിസ്ഥാന ശില സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ചെയ്ത് എടുക്കുമ്പോൾ മാറി മാറി വന്ന ഭരണസമിതികളുണ്ട്, അതിനേക്കാൾ ഉപരി ബഹുജനങ്ങളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒക്കെ വലിയ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മനോഹരമായി പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ചക്കുപള്ളം ഗ്രാമപഞ്ചായത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കിഫ്ബിയിൽ നിന്നും അനുവദിച്ച വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടന്നത്. ചക്കുപള്ളം PHCക്ക് 61 ലക്ഷം, വെറ്റിനറി ട്രെയിനിംഗ് സെന്ററിന് 75 ലക്ഷം, അണക്കര സർക്കാർ സ്കൂളിന് 64 ലക്ഷം, കിഫ്ബിയിൽ നിന്നും 1 കോടി, അരുവിക്കുഴി റോഡിന് 35 ലക്ഷം, അണക്കര കുത്തകൽത്തേരി മാധവൻകാനം റോഡിന് 1,40 ലക്ഷം, പള്ളിയുംതടം കുത്തകൽത്തേരി റോഡിന് 25 ലക്ഷം, തേക്കനാമ്പൊയ്കപ്പടി റോഡിന് 10 ലക്ഷം, കടമ്പിടിക്കൽപ്പടി SNDP റോഡിന് 10 ലക്ഷം, പെരുമ്പള്ളിപ്പടി പാറശ്ശേരിപ്പടി റോഡിന് 10 ലക്ഷം, അണക്കര ആപ്കോസിന് 10 ലക്ഷം, വിവിധ വാർഡുകളിലെ റോഡുകൾക്കായി 2,72,50,000 രൂപ എന്നിങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്. മുഴുവൻ പദ്ധതികളുടെയും നിർമ്മാണ ഉദ്ഘാടനം സംയുക്തമായാണ് സംഘടിപ്പിച്ചത്. ചക്കുവള്ളം പൊതുവേദിയിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുസുമം സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ അന്നക്കുട്ടി വർഗീസ്, ബിന്ദു അനിൽകുമാർ, PT മാത്യു, ആന്റണി കുഴിക്കാട്, CPI മണ്ഡലം കമ്മിറ്റി അംഗം V ധർമ്മരാജൻ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ES ബിജിമോൾ MLAയെ മൊമന്റോ നൽകി ആദരിച്ചു. കുമളി പഞ്ചായത്തിൽ ES ബിജിമോൾ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. കുമളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായാണ് ഉദ്ഘാടന പരിപാടികൾ നടന്നത്. കുമളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായാണ് ഉദ്ഘാടന പരിപാടികൾ നടന്നത്. ചോറ്റുപാറ പൂമരം റോഡ്, മുരിക്കടി പൂമരം വാളാടി റോഡ്, അട്ടപ്പള്ളം പുലരിക്കുന്ന് റോഡ്, 1 മൈൽ ഒട്ടകത്തിലമേട് റോഡ്, അട്ടപ്പള്ളം ശാന്തിഗിരി റോഡ്, കുമളി ഗവൺമെന്റ് VHSS കെട്ടിട നിർമ്മാണവും ഗ്രൗണ്ട് നിർമ്മാണവും, കുമളി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം, പാചകപ്പുരയുടെ നിർമ്മാണം, ബെഞ്ച്, ഡെസ്ക് എന്നിവ നൽകുന്നതിന്റെ ഉദ്ഘാടനവുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടന്നത്. തുടർന്ന് വൈകിട്ട് കുമളി പഞ്ചായത്ത് പൊതുവേദിയിൽ കുമളി ഗവൺമെന്റ് ആശുപത്രിക്കുള്ള ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും, കൃഷിഭവൻ വീട്ടുപടിക്കൽ വിപണി വാഹനത്തിന്റെ ഉദ്ഘാടനവും, കുമളി തേക്കടി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ES ബിജിമോൾ MLA നിർവഹിച്ചു. 9 മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു, PWD ആദ്യമായിട്ടാണ് ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നത്. എയർ സ്ട്രിപ്പ് പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് എയർ സ്ട്രിപ്പ് ഏറ്റെടുക്കുന്നത്. നാഷണൽ ലെവലിലെ ഒരു ട്രെയിനിങ് സെന്ററായി ഭാവിയിൽ അത് മാറും എന്ന പ്രതീക്ഷയാണ് ഉള്ളത് എന്നും അദ്ദേഹം പറയുമ്പോൾ ഒട്ടനവധി വ്യത്യസ്തതകൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളുടെ ഭാഗമായി നമുക്ക് എടുത്ത് പറയാനായിട്ട് കഴിയും. പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ നീർണാക്കുന്നിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ്മ ജെയിംസ്, രജനി ബിജു, നോളി ജോസഫ്, ജിജോ രാധാകൃഷ്ണൻ, VK ബാബുക്കുട്ടി, ഡോക്ടർ ഗീതു വർഗീസ്, A മല്ലിക, ദേവപ്രസാദ്, KJ ദേവസ്യ, PJ ടൈറ്റസ്, നജീബ് എന്നിവർ യോഗങ്ങളിൽ സംസാരിച്ചു. LDF കുമളി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി N സദാനന്ദൻ ES ബിജിമോൾ MLAയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 2021-2022 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല ബജറ്റ് അവതരിപ്പിച്ചു. 2021-2022 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരണമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. കാർഷിക മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും പുത്തൻ ഉണർവ് നൽകുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പദ്ധതികൾ ചർച്ച ചെയ്യുകയും ആവശ്യമായ ഫണ്ട് വിവിധ മേഖലകളിൽ വകയിരുത്തുകയും ചെയ്തു. റോഡ്, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകൾക്കും പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല അവതരിപ്പിച്ചു. വരുമാനത്തിൽ 42,50,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ
83,64,000 രൂപയുമാണ് 2021-22 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. വികസന ഫണ്ട് സാധാരണ വിഹിതത്തിൽ 1,74,96,000 രൂപയും പട്ടികജാതി പദ്ധതിക്കായി 38,69,000 രൂപയും പട്ടികവർഗ ഉപപദ്ധതിക്കായി 5,10,000 രൂപയും മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ റോഡ് ഇതരത്തിൽ 16,06,000 രൂപയും റോഡ് ഇനത്തിൽ 23,63,000 രൂപയുമാണ് വകയിരുത്തിയിരിക്കുന്നത്. തനത് വരുമാനം കുറവുള്ള അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 7,99,925 രൂപയുടെ വരവും 7,84,88,000 രൂപ ചെലവും 9,95,925 രൂപ ബാക്കിയുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നന്ദകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി ഗ്രാമപഞ്ചായത്തിന്റെ 2021-2022 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൺസി മാത്യു ബജറ്റ് അവതരിപ്പിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് 2021-2022 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൺസി മാത്യു അവതരിപ്പിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന് ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതി, ആർദ്രം രോഗീ സൌഹൃദ ആതുരാലയങ്ങൾ, ഹരിത കേരള മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നിങ്ങനെയുള്ള 4 മിഷനുകളുമായും വിശപ്പ് രഹിത ഗ്രാമം, സുഭിക്ഷ കേരളം പദ്ധതി മുതലായ പരിപാടികളുമായും സംയോജിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന് സുസ്ഥിര വികസന പന്ഥാവിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യം. ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, സാമൂഹ്യക്ഷേമ പരിപാടികൾ തുടങ്ങിയവയ്ക്കാണ് ബജറ്റ് പ്രധാനമായും ഊന്നൽ നൽകുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 65,86,446 രൂപയുടെ ബഡ്ജറ്റാണ് ഇന്ന് കുമളി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. അതിനകത്ത് സംസ്ഥാന ആവിഷ്കൃത പദ്ധതികൾ, MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികൾ എല്ലാം ഉൾപ്പെടും. പ്രധാനമായിട്ടും പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് ഭൂമി ഇല്ലാത്ത ഭവനരഹിതർക്ക് 1 വർഷം 100 പേർക്ക് വീടിനുള്ള സ്ഥലം മേടിച്ചു കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ച് 2 കോടി രൂപ അതിനായിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ കായിക മേഖലയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി മിനി സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപ മാറ്റിയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് നമുക്ക് ആരോഗ്യരംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി വയോജനങ്ങൾക്കും വികലാംഗർക്കും ഒക്കെ നമ്മുടെ ആശുപത്രിയിൽ വന്ന PHCയിൽ വന്ന് മരുന്ന് മേടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കണക്കിലാക്കി സഞ്ചരിക്കുന്ന ആംബുലൻസ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് എല്ലാ വാർഡുകളിലും മാസത്തിൽ 1 ദിവസമെങ്കിലും ഓരോ വാർഡുകളിലും ചെന്ന് ഡോക്ടർ, നേഴ്സ് അടക്കമുള്ള സംഘം ചെന്ന് മൊബൈൽ യൂണിറ്റ്, മെഡിക്കൽ യൂണിറ്റ് വേണ്ടി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 2021-2022 വർഷത്തെ ബജറ്റിൽ 65,86,04,446 രൂപ വരവും 58,29,50,800 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നു. 7,56,53,666 രൂപയാണ് മിച്ചം പ്രതീക്ഷിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ആകെ തനത് വരുമാനം 7,06,42,000 രൂപയാണ്. ശമ്പള പരിഷ്കരണത്തിലുണ്ടായ വേർതിരിവുകളിലും അവഗണനകളിലും പ്രതിഷേധിച്ച് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പബ്ലിക് ഹെൽത്ത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി പബ്ലിക് ഹെൽത്ത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധ കൂട്ടായ്മ ചേർന്നു. കോവിഡ് മുന്നണി പോരാളികളായ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ജീവനക്കാർ എന്നിവരെ ശമ്പള പരിഷ്കരണത്തിൽ അവഗണിക്കുകയും 2ാം തരം ജീവനക്കാരായി കണക്കാക്കുകയും ചെയ്യുന്നതായി പ്രതിഷേധ കൂട്ടായ്മയിൽ നേതാക്കൾ ആരോപിച്ചു. അതിജീവന കൂട്ടായ്മ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി കട്ടപ്പന താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പോലെയുള്ള മഹാമാരികളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചിട്ടുള്ളത്, അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ അടിസ്ഥാന മേഖലയിൽ ജോലി ചെയ്യുന്ന JHJPHന്മാരാണെന്ന് എല്ലാവരും, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പും മറ്റു വകുപ്പുകളും എല്ലാം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് കോവിഡ് മുന്നണി പോരാളികൾ എന്നും പറഞ്ഞൊരു വിഭാഗത്തെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ബോധപൂർവം JHJPHന്മാരെ ഒഴിവാക്കുകയും ചെയ്തതാണ് ഇപ്പോഴുള്ള ഈ പ്രതിഷേധത്തിന് കാരണമായിട്ട് സംജാതമായിട്ടുള്ള കാര്യം. ജെയ്സൺ G. ജോൺ അധ്യക്ഷനായിരുന്നു. ഹെൽത്ത് സൂപ്പർവൈസർ V. സാബു, ദീപ K, അനീഷ് ജോസഫ്,
ആർ അരുൺകുമാർ, ധനലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടരങ്ങ പഞ്ചദിന ക്യാമ്പിന് ഇരട്ടിയാർ നാലുമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടക്കമായി. സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് നാട്ടരങ്ങ്. ഫെബ്രുവരി 14-ാം തീയതി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസൺ വർക്കിയാണ് നാട്ടരങ്ങ് പഞ്ചദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. കട്ടപ്പന ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരിജാകുമാരി പദ്ധതി വിശദീകരണം നടത്തി. പിന്നോക്ക വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. കട്ടപ്പന ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരിജാകുമാരി, സംഘാടക കമ്മിറ്റി ചെയർമാൻ ശശി VS, സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രഷിസൽ കുര്യൻ, BRC അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവരുടെ സർഗാത്മകരമായിട്ടുള്ള കഴിവുകളും അതുപോലെ തന്നെ പാഠ്യവിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലും കലാകായികപരമായിട്ടുള്ള കഴിവുകളൊക്കെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്ലാദക്കൂട്ടം എന്ന് തന്നെ പറയാം. അതാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് 14-ാം തീയതിയാണ് നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടത്തിയത്. നമ്മുടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രദേശത്തെ എല്ലാ കുട്ടികളും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അടുത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടുത്തെ ഒരു സംഘാടക കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിലേക്കുള്ള എല്ലാ ടീച്ചേഴ്സും അവരെ പറ്റുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ നമ്മുടെ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. കട്ടപ്പന BRCയുടെ ആഭിമുഖ്യത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളുടെയും അതുപോലെ BRC സ്റ്റാഫിൻ്റെയും ഈ സ്കൂളിലെ അധ്യാപകരുടെയും എല്ലാം ഒത്തൊരുമിച്ചുള്ളൊരു കൂട്ടായ്മയോട് കൂടി വളരെ ഭംഗിയായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോക്കത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിച്ച് അവർക്ക് നല്ലൊരു വ്യക്തിത്വ വികാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാമ്പ്. നാട്ടരങ്ങ് ഉദ്ഘാടനത്തിനോടൊപ്പം പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വകയായി പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിലേക്ക് 30 കസേരകൾ നൽകുമെന്ന് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസൺ വർക്കി വാഗ്ദാനം നൽകി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTAയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ദിനം ആചരിച്ചു. മതനിരപേക്ഷ വികസിത കേരളം കരുത്താകുന്ന ജനകീയ വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. KSTAയുടെ 30ാമത് സംസ്ഥാന സമ്മേളനം 2021 ഫെബ്രുവരി 27-28 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 6,80,000 കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെ വന്നു. വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്ന സംഘടനയാണ് KSTA എന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനും അത് മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപകരുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനയാണ് KSTA. രാജ്യത്ത് ലിബറൽ നയങ്ങളുടെ ഭാഗമായി മുഴുവൻ ജനങ്ങളും സാധാരണക്കാരും തൊഴിലെടുക്കുന്നവരും കർഷകരും അടക്കമുള്ളവരുടെ ജീവിതം ഓരോ ദിവസം ചെല്ലുന്തോറും ദുരിതമായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ രാജ്യത്ത് ഒരു ഗവൺമെന്റും സാധിക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ സാമ്പത്തിക നയങ്ങൾക്ക് ബദലായി പുതിയ ബദൽ നയങ്ങളുമായിട്ടാണ് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ പൊതു ഇടങ്ങളെല്ലാം അത് ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും പൊതു മേഖലാ സ്ഥാപനങ്ങളായാലും ഇന്ന് വികസനത്തിന്റെ പുതിയ നവചൈതന്യത്തിന്റെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പതാക ദിനത്തിൽ ജില്ലാ ട്രഷറർ MR അനിൽകുമാർ പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി NV ഗിരിജാകുമാരി, എക്സിക്യൂട്ടീവ് അംഗം അമ്പിളി G, സരിത V രാജ്, ജെയ്സൺ ജോൺ, അഭിജിത്ത് വിജയൻ, അരുൺകുമാർ ദാസ്, അമ്പിളി PB തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ കേരള NGO അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ GST ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഷിഹാബ് പരീദ് ഉദ്ഘാടനം ചെയ്തു. അനുദിനം വർദ്ധിച്ചുവരുന്ന ഇന്ധന വില വർധനവിലും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിലും പ്രതിഷേധിച്ചാണ് കേരള NGO അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കേരള സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിഷേധ യോഗത്തിൽ NGO അസോസിയേഷൻ ഭാരവാഹികൾ ഐക്യദാർഢ്യം അറിയിച്ചു. ഇന്ധന വില വർധനവിലൂടെ സാധാരണക്കാരനെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം മറ്റ് അവശ്യ സാധനങ്ങളുടെ വില വർധനവിന് കാരണമാകുന്നതായും പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത NGO അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഷിഹാബ് പരീദ് പറഞ്ഞു. വില വർദ്ധിക്കുന്നതനുസരിച്ച് രാജ്യത്തിന്റെ എല്ലാ
നിത്യോപയോഗ സാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം, തുച്ഛമായ വരുമാനം. ഇന്നിപ്പോൾ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കമ്മീഷനോട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയും അതോടൊപ്പം രാജ്യത്ത് ഇന്ധന വില വർധനവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ദൈനംദിനമായുള്ള ചെലവുകൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KC ബിനോയ് അധ്യക്ഷനായിരുന്നു. KGOU ജില്ലാ കമ്മിറ്റി അംഗം MP ബിജു മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോളിക്കുട്ടി ജോസഫ്, ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് വിനിൽ PK തുടങ്ങിയവർ സംസാരിച്ചു. നെടുങ്കണ്ടം ദേവഗിരിയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്താതെ കേസ് ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് നെടുങ്കണ്ടം പോലീസ് മൊഴി രേഖപ്പെടുത്തിയതെന്നും ചൂണ്ടിക്കാണിച്ച് ആക്രമണത്തിനിരയായ യുവാവ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. മുണ്ടിയിരുമ ദേവഗിരി സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ അജിത്തിന് നേരെ ജനുവരി 21-നാണ് ആക്രമണമുണ്ടായത്. സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ മറ്റൊരു വാഹനത്തിലെത്തിയ അയൽവാസി അജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. തന്റെ സഹോദരനും അയൽവാസിയും തമ്മിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് സംബന്ധിച്ച തർക്കം ഉണ്ടായിരുന്നതായും കൊലപാതക ശ്രമം നടന്നതിന്റെ തലേദിവസം ഇത് സംബന്ധിച്ച് താനുമായി വാക്കുതർക്കമുണ്ടായതായും അജിത് പറഞ്ഞു. കരുതിക്കൂട്ടി, അതായത് ഈ സംഭവം വന്നിട്ട് അന്ന് അതിന്റെ പിറ്റേ ദിവസം രാത്രി കരുതിക്കൂട്ടി എന്റെ വീട്ടിൽ സമയത്ത് വന്നിരിക്കുക എന്റെ അനിയനോടെന്നെ വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തെന്ന് പറയുകയും ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ വണ്ടിയായിട്ട് എന്റെ സുഹൃത്തുക്കളായിട്ട് കയറി വരുവായിരിക്കും. വീട്ടിൽ വിളിച്ച് വണ്ടിയിൽ കുറച്ച് ആടി അതിനെ കൊല്ലുവട ചീത്ത പിടിച്ച് പാകത്തിൽ 3 വട്ടം എനിക്ക് നേരെ വീശി. ആദ്യത്തെ വട്ടം വിളി മാറി, രണ്ടാമത്തെ വട്ടം എന്റെ സുഹൃത്തുക്കൾ പിടിച്ചപ്പോൾ അതിന്റെ ചുണ്ടൻ പുറത്തു കൊടുത്തു. 3ാമത്തെ വട്ടം ഇയാൾ പാകത്തിൽ വന്ന് കഴുത്തിന് നേരെ വെട്ടി. അജിത്തിന്റെ ഇടത്തെ കൈയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. നെടുങ്കണ്ടത്ത് പ്രാഥമിക ചികിത്സ നേടിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു തുടർ ചികിത്സ. കഴുത്തിന് താഴെയും വാക്കത്തി കൊണ്ടുള്ള വെട്ടിൽ മുറിവേറ്റു. വാഹനം തടഞ്ഞു നിർത്തി കൊലപാതക ഭീഷണി മുഴക്കി വാക്കത്തി കൊണ്ട് വെട്ടുകയായിരുന്നു. സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്നതുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റിയത്. മുൻവൈരാഗ്യം മൂലം തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും കേസ് ലഘൂകരിക്കാനാണ് നെടുങ്കണ്ടം പോലീസ് ശ്രമിച്ചതെന്ന് അജിത് ആരോപിക്കുന്നു. തന്റെ മൊഴികൾ രേഖപ്പെടുത്താതെ എതിർകക്ഷി അസഭ്യവർഷം നടത്തിയെന്നും വടികൊണ്ട് അടിച്ചെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറായ തനിക്ക് ജോലി ചെയ്യാൻ പോലുമാകാത്ത സ്ഥിതിയാണുള്ളതെന്നും അജിത് പറഞ്ഞു. നെടുങ്കണ്ടം പോലീസ് നടപടി സ്വീകരിക്കാത്തതും കേസ് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതും സംബന്ധിച്ച് അജിത് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കട്ടപ്പന DYSPക്കും പരാതി നൽകിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജില്ലാതല യൂണിറ്റി മാർച്ച് 17-ന് തൂക്കുപാലത്ത് നടക്കും. പോപ്പുലർ ഫ്രണ്ടിന്റെ രൂപീകരണ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ 18 കേന്ദ്രങ്ങളിൽ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രൂപീകരണ ദിനാചരണത്തോടനുബന്ധിച്ച് 1 മാസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 17-ാം തീയതി വൈകിട്ട് 4:30-ന് തൂക്കുപാലം വിജയമാതാ സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന യൂണിറ്റി മാർച്ച് ലൈബ്രറി മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനം നടക്കും. ഈ ക്യാമ്പയിന്റെ സമാപനവും അതോടൊപ്പം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജന്മദിനവും വരുന്ന ഫെബ്രുവരി 17-ാം തീയതി ബുധനാഴ്ച 4:30-ന് അതിന്റെ പ്രോഗ്രാം നടക്കുകയാണ്. കേരളത്തിലെ 18ഓളം സ്ഥലങ്ങളിൽ ജില്ലകളുടെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്ത്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തൂക്കുപാലത്ത് 4:30-ന് യൂണിറ്റി മാർച്ചും അതോട് ചേർന്ന് പൊതുസമ്മേളനമാണ് തീരുമാനിച്ചത്. പൊതുസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന ട്രഷറർ KH നാസർ ഉദ്ഘാടനം ചെയ്യും. ജമിയത്തുൽ ഉലമ ഹിന്ദ് സംസ്ഥാന സെക്രട്ടറി VH അലിയാർ ഖാസിമി മുഖ്യ അതിഥിയായിരിക്കും. പോപ്പുലർ ഫ്രണ്ട് ഈരാറ്റുപേട്ട നോർത്ത് ഡിവിഷൻ സെക്രട്ടറി KP ഫൈസൽ സന്ദേശം നൽകും. പരിപാടിയുടെ മുന്നോടിയായി നെടുങ്കണ്ടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TA നൌഷാദ്, സെക്രട്ടറി അൻവർ ഹുസൈൻ, സ്വാഗത സംഘം കൺവീനർ MK ബഷീർ, ജില്ലാ PRO അഫ്സൽ, നെടുങ്കണ്ടം ഏരിയ പ്രസിഡന്റ് റഷീദ് ഖാസിമി എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നവീകരിച്ച CDS ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമൂഹത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ നാളുകളായി ചെയ്തു വരുന്നത്. പഞ്ചായത്തിനോട് ഒപ്പം തന്നെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നവീകരിച്ച CDS ഓഫീസിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് നല്ലൊരു പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അതായത് ദാരിദ്ര്യ ലഘൂകരണം അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ വഴി നടത്തുകയുണ്ടായി.
അത്യാധുനിക സൗകര്യങ്ങളോടെ വിപുലമായ ഓഫീസ് സംവിധാനമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീക്കായി പൂർത്തിയായത്. കുടുംബശ്രീയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും അതിനൂതനമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരുക്കങ്ങളാണ് ഓഫീസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 ലക്ഷം രൂപയിൽ അതിമനോഹരമായി തന്നെ ഓഫീസ് നവീകരണം പൂർത്തിയായി. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജോസഫ്, സജിമോൻ ടൈറ്റസ്, സാബു ജോസഫ്, ഫ്രാൻസിസ് ദേവസ്യ, ഷീബ സത്യനാഥ്, രശ്മി PR, സരിത PS തുടങ്ങിയവർ പങ്കെടുത്തു. കിടപ്പിലാകുന്ന ഉരുക്കളെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന യന്ത്രവുമായി തോപ്രാംകുടി ക്ഷീരസംഘം. ജില്ലയിൽ ആദ്യമായാണ് അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ കൌലിഫ്റ്റ് യന്ത്രം എത്തുന്നത്. ഗുജറാത്തിൽ നിന്നുമാണ് ഈ യന്ത്രം തോപ്രാംകുടിയിൽ എത്തിച്ചിരിക്കുന്നത്. സംഘത്തിലെ ക്ഷീര കർഷകർക്ക് സൗജന്യമായി യന്ത്രത്തിന്റെ സേവനം ലഭ്യമാകും. കിടപ്പിലാവുന്ന ഉരുക്കളെ എഴുന്നേൽപ്പിച്ചു നിർത്താൻ ക്ഷീരകർഷകർ പെടുന്ന പാട് ചില്ലറയല്ല. 4 or 5 ആളുകളെ കൂലിക്ക് വിളിച്ചാലാണ് പലപ്പോഴും പശുക്കളെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുക. ഇങ്ങനെ പ്രയാസപ്പെടുന്ന കർഷകർക്ക് ആശ്വാസവുമായി എത്തിയിരിക്കുകയാണ് തോപ്രാംകുടി ക്ഷീരോത്പാദക സഹകരണ സംഘം. കിടന്നുപോയ ഉരുക്കളെ എഴുന്നേൽപ്പിക്കുന്നതിനുള്ള കൌലിഫ്റ്റ് യന്ത്രം സൗജന്യമായി ലഭ്യമാക്കിയിരിക്കുകയാണ് ക്ഷീരസംഘം. സംഘത്തിലെ അംഗങ്ങൾക്ക് തീർത്തും സൗജന്യമായാണ് ഈ യന്ത്രത്തിന്റെ പ്രയോജനം ലഭിക്കുക. ഇത് നമുക്ക് വളരെയേറെ ഗുണകരമാണ്. കർഷകർക്ക് ഇത് ഒത്തിരി പ്രയോജനകരമാണ്. ഇത് നമ്മുടെ തോപ്രാംകുടി ക്ഷീരോത്പാദക സംഘത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കർഷകർക്കും ഫ്രീ ആയിട്ട് തന്നെ നമ്മളിത് കൊണ്ടുപോവുകയും തിരിച്ച് അവർക്കത് അവിടെ സംഘത്തിൽ കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു ചെലവ് മാത്രമേ ഉള്ളൂ. മറ്റ് കർഷകർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എങ്കിലും അവർക്കിത് കൊണ്ടുപോവുകയും അതിനൊരു ചെറിയ പീസ് മാത്രം ഈടാക്കിക്കൊണ്ട് അവർക്കും ഈ പ്രയോജനപ്പെടുത്താൻ പറ്റും. കാൽസ്യത്തിന്റെ കുറവിനെ തുടർന്ന് തളർന്നു വീഴുന്ന പശുവിനെ ഈ യന്ത്രത്തിന്റെ സഹായത്തോടെ ദിവസങ്ങളോളം ഉയർത്തി നിർത്തി ചികിത്സ നടത്താനായാൽ രക്ഷപ്പെടുത്തിയെടുക്കാം. ഗുജറാത്തിൽ നിന്നുമാണ് അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള യന്ത്രം വാങ്ങിയത്. ചെറുതും തൂക്കം കുറഞ്ഞതുമായ യന്ത്രത്തിൽ വീൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഒരാൾക്ക് തന്നെ എടുത്തുകൊണ്ട് നടക്കാമെന്നതും തൊഴുത്തിനകത്ത് ഉപയോഗിക്കാമെന്നതും ഒരാൾക്ക് തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നതുമെല്ലാം ഈ യന്ത്രത്തിന്റെ പ്രത്യേകതയാണ്. മറ്റ് യന്ത്രം ഉപയോഗിച്ച് പശുവിനെ ഉയർത്തുമ്പോൾ കയറിന്റെയും ചാക്കിന്റെയും സഹായം വേണം. ഇത്തരത്തിൽ കയർ ഉപയോഗിച്ച് വലിച്ച് ഉയർത്തുമ്പോൾ പശുവിന്റെ ശരീരഭാഗങ്ങളിൽ നീരും മുറിവും ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ ഈ യന്ത്രത്തിൽ പശുവിനെ ഉയർത്തുമ്പോൾ പശുക്കൾക്ക് യാതൊരു പരിക്കുകളും ഉണ്ടാവുകയില്ല എന്ന് ക്ഷീരസംഘം പ്രസിഡന്റ് സാജു കർക്കുന്നിൽ പറഞ്ഞു. ഈ പശുവിന് ആരോഗ്യപരമായ ഒട്ടേറെ പ്രശ്നങ്ങളാണ് സംഭവിക്കുക. കാരണം നമ്മൾ പിടിച്ചു പൊക്കുമ്പോൾ കാലയില് അല്ലെങ്കിൽ വാലയിലൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോൾ അതിന് ക്ഷതമേൽക്കുമ്പോൾ ആ ഒരു പ്രശ്നം തന്നെ വളരെ ഫീലിംഗ് സംഭവിക്കുന്നുണ്ട്. അത് ഡോക്ടേഴ്സ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് ഈ പശുവിന്റെ അടിവയറ് കൂട്ടി ഇട്ട് നമ്മളിത് 2 പേരുടെ സഹായത്തോടുകൂടി പൊക്കാം. നമുക്ക് അതിന്റെ പശുവിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ മെഷീനിൽ നിർത്തുകയും ചെയ്യാം, പശുവിനെ നിർത്തുകയും ചെയ്യാൻ പറ്റും. ഇടുക്കിയിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള യന്ത്രം എത്തിക്കുന്നത്. സംഘത്തിൽ അംഗങ്ങളല്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ ഈ യന്ത്രത്തിന്റെ പ്രയോജനം ലഭിക്കും. നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റിയതോടെ ഉത്സവത്തിന് തുടക്കമായി. കട്ടപ്പന നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും വിശേഷാൽ പൂജകളും നടന്നു. തുടർന്ന് കൊടിമരച്ചുവട്ടിൽ പറ വഴിപാടും നടന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ പുതിയകാവിലമ്മയുടെ തിരുവുത്സവം ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ആഘോഷമാക്കുന്നു. എന്നാൽ ഇത്തവണ ഉത്സവം ലോകവ്യാപകമായി കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്രയും മറ്റ് കലാപരിപാടികളും ഒഴിവാക്കിക്കൊണ്ട് ക്ഷേത്രാചാര ചടങ്ങുകൾ മാത്രമായി ചുരുക്കി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നാലമ്പല നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നരിയമ്പാറ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഇന്ന് ക്ഷേത്രം മേൽശാന്തി ശ്രീ കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്തിൽ കൊടിയേറ്റോടുകൂടി ക്ഷേത്രസന്നിധിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. നാടിൻ്റെ മഹോത്സവമായി നടത്തിക്കൊണ്ടുവന്നിരുന്ന ഈ ഉത്സവം കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ക്ഷേത്രാചാര ചടങ്ങുകൾ മാത്രമായി ചുരുക്കിക്കൊണ്ടാണ് ഈ വർഷം ഉത്സവം നടത്താൻ ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. കൊടിയേറ്റ് ചടങ്ങിൽ അനിൽകുമാർ KS, NB ലിജു, സുരേഷ് കുഴിക്കാട്ട്, അനിൽകുമാർ കല്ലേട്ട്, നന്ദൻ കാരപ്ലാക്കൽ, പ്രശാന്ത് കൂട്ടുങ്കൽ, അനീഷ് പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭ 2021-2022 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടുകളിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ വാർഡുകളിലേക്കും പ്രത്യേകിച്ച് ടൗൺ വാർഡുകളിലേക്കും അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള നമ്മുടെ ഓരോ വർഷങ്ങളിലും ഞങ്ങളുടെ മുന്നിലുള്ള ഓരോ വർഷങ്ങളും ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്.
നമ്മൾ പ്രധാനമായിട്ടും എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ പദ്ധതി രൂപീകരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ആ കൂടുതൽ വൃദ്ധരായിട്ടുള്ളവർക്ക്, പെൻഷൻ വാങ്ങിക്കുന്നവർക്ക്, യുവാക്കൾക്ക്, കാർഷിക മേഖലയിൽ കായികത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് അങ്ങനെയുള്ള എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കട്ടപ്പന നഗരസഭയുടെ 2021-22 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാറാണ് ടൗൺ ഹാളിൽ നടന്നത്. വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും വാർഡ് സഭകളിൽ നിന്നും ലഭ്യമായ പദ്ധതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കരട് പദ്ധതി രേഖ സെമിനാറിൽ ചർച്ച ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചിട്ടുള്ള ഫണ്ടും തനത് ഫണ്ടും ക്രിയാത്മകമായി വിനിയോഗിക്കുന്നതിന് എല്ലാ വിഭാഗങ്ങൾക്കും മേഖലകൾക്കും പരിഗണന ലഭിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് നഗരസഭ വിഭാവനം ചെയ്തിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ സമ്പൂർണ്ണ വികസനം ചർച്ച ചെയ്യപ്പെടുകയും വിശകലനം ചെയ്യപ്പെടുകയും ചെയ്തു. സെമിനാറിൽ നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും 34 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നഗരസഭാ ജീവനക്കാരും പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. വിസ്മൃതിയിലായ പുരാതന നെല്ലിനം കൃഷ്ണകൗമോദിന് ഇടുക്കിയുടെ മണ്ണിൽ പുനർജീവനം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കല്ലിമലയിലെ ടോമി എന്ന കർഷകനാണ് അന്യം നിന്നു പോകുന്ന നെല്ലിനത്തെ വീണ്ടും കൃഷിയിടത്തിൽ എത്തിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാക്കന്മാരും മറ്റും ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന നെല്ലിനമാണ് ബസുമതി കൃഷ്ണകൗമോദ്. ഇത് ഇടുക്കിയിലെ മണ്ണിലും 100 മേനി വിളയുമെന്ന് തെളിയിക്കുകയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കല്ലിമലയിലെ കർഷകനായ ടോമി. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഈ നെല്ലിനം പേരിന് പോലും കാണാനില്ല. വളരെ പണ്ടുകാലം തൊട്ടേ രാജാക്കന്മാരുടെ പ്രധാന ഭക്ഷണ സാധനങ്ങളിലൊന്നാണ് ഈ കറുത്ത നിറത്തിലുള്ള അരി എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് അന്നും അപ്രാപ്യമായിരുന്നു. ഇതിൻ്റെ കൃഷി വരെ വളരെ നിയന്ത്രിത അളവിൽ മാത്രമേ അവർ ചെയ്യാൻ അതിൻ്റെ വിത്ത് കൊടുക്കുകയും മറ്റും ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ നെൽവിത്തിന് വളരെയധികം ഔഷധ ഗുണമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഏറ്റവും അടുത്ത ഇടയുണ്ടായ പഠനത്തിൽ ഈ നെൽവിത്തിൽ നിന്നും ഉണ്ടാകുന്ന അരി കഴിക്കുന്നവർക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവ് ഈ നെൽവിത്തിൽ വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറീസയിലും ജാർഖണ്ഡിലുമുള്ള തരിശുനില കൃഷി ചെയ്യുന്ന സാധാ ആദിവാസി ഗ്രാമങ്ങളിൽപ്പെട്ട കർഷകരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറീസയിലെ പുരിയിൽ നിന്നുമാണ് തെക്കേപ്പറമ്പിൽ ടോമി കൃഷ്ണകൗമോദ് എന്ന നെൽവിത്ത് വാങ്ങിയത്. നല്ല രുചിയും മണവുമുള്ള നെല്ലിനമാണിത്. ഗന്ധകശാല ഇനത്തോട് സാദൃശ്യവുമുണ്ട്. വണ്ണം കുറഞ്ഞ നീളം കൂടിയതും നേർത്തതും വയലറ്റ് നിറമുള്ളതുമായ നെൽക്കതിർ മൂപ്പെത്തുന്നതോടെ കറുപ്പ് നിറമാകും. എളുപ്പത്തിൽ പാചകം ചെയ്യാനും കഴിയും. വയനാട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതൊഴിച്ചാൽ മറ്റൊരിടത്തും ഈ ഇനം കൃഷി ചെയ്യുന്നില്ല എന്ന് വാത്തിക്കുടി കൃഷി ഓഫീസർ അഭിജിത്ത് പറയുന്നു. കൃഷിയോടുള്ള താല്പര്യമാണ് ടോമിയെ നെൽകൃഷിയിലേക്ക് അടുപ്പിച്ചത്. കരയിലാണ് ഇദ്ദേഹം കൃഷി നടത്തിയത്. ജില്ലയിൽ പരമ്പരാഗത നെല്ലിനങ്ങൾ പലതും അന്യം നിൽക്കുമ്പോഴാണ് ഈ കർഷകൻ പഴയകാല നെൽവിത്ത് സംരക്ഷകനാകുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട. കേരള കാർഡ്മം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 164, വിൽപ്പനയ്ക്ക് വന്നത് 43,564, വിൽപ്പന നടന്നത് 41,593. കൂടിയ വില 1,840, ശരാശരി വില 1,383. കട്ടപ്പന കമ്പോളം. കുരുമുളക് 320, ഏലം കൂടിയത് 1,400, ഏലം ശരാശരി 1,250, കാപ്പിപ്പരിപ്പ് 105, ഗ്രാമ്പു 480, കൊക്കോ 42, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,425, വെള്ളി 70.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. 69 years of service. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. പാലായിൽ മറുഭാഗത്ത് ആര് വന്നാലും നേരിടാൻ തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മാണി സി കാപ്പന്റെ ജൂനിയർ മാൻഡ്രേറ്റ് പ്രയോഗത്തിന് അതേ നാണയത്തിൽ മറുപടി പറയാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ മുന്നേറ്റം കേരള കോൺഗ്രസിന് കൂടി അവകാശപ്പെട്ടതാണെന്നും ജോസ് കെ മാണി. ഇടുക്കി ജില്ലയിലെ ആരോഗ്യവകുപ്പിന്റെ വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനാവുന്ന തരത്തിൽ സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി. എയർവിംഗ് NCCയുടെ എയർ സ്ട്രിപ്പ് വണ്ടിപ്പെരിയാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. യാഥാർത്ഥ്യമായത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. ബിനോയ് വിശ്വം MP നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ബുധനാഴ്ച ഇടുക്കി ജില്ലയിൽ 5 നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി LDF നേതാക്കൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.